കേരളത്തിലെ 6 വില്ലേജുകളിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഉറപ്പുവരുത്തിയും തമിഴ്നാടിന് ജലം നൽകിയുമുള്ള ആവശ്യത്തിലേക്കായി മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്ത് പുതിയ ഡാം നിർമ്മിക്കുക എന്ന ആവശ്യം ഉന്നയിച്ച് സേവ് കേരള ബ്രിഗേഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് റസൽ ജോയ് സമർപ്പിച്ചിരിക്കുന്ന പെറ്റീഷന് 20 ലക്ഷം ആളുകളുടെ ഒപ്പുശേഖരണത്തിനായി മുല്ലപ്പെരിയാർ മുതൽ കാശ്മീർ വരെയെന്ന 2 യുവാക്കളുടെ ബൈക്ക് യാത്രയ്ക്ക് വണ്ടിപ്പെരിയാറിൽ നിന്നും തുടക്കമായി. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അശോക് കുമാർ ബൈക്ക് യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു. തമിഴ്നാട്ടിലെ 5 ജില്ലകളിലെ കാർഷിക ആവശ്യങ്ങൾക്കും കുടിവെള്ളത്തിനുമായി ബ്രിട്ടീഷ് ഭരണകാലത്ത് പെരിയാർ കടുവ സങ്കേതത്തിനുള്ളിൽ നിർമ്മിച്ച മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മാണം പൂർത്തീകരിച്ചിട്ട് 128 വർഷങ്ങൾ പിന്നിടുകയാണ്. മുല്ലപ്പെരിയാർ ഡാമിന്റെ ശില്പി കേണൽ ജോൺ പെന്നിക്വിക്ക് തന്നെ ഡാമിന്റെ കാലാവധി 50 വർഷമാണെന്ന് അറിയിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ 128 വർഷം പിന്നിടുന്ന മുല്ലപ്പെരിയാർ ഡാം പുതുക്കി പണിയണമെന്നാവശ്യപ്പെട്ട് കേരളം സുപ്രീം കോടതിയിൽ പരാതി നൽകുകയും ഇത് ഏറെ വിവാദങ്ങൾക്ക് വഴിതിരിച്ച് ഇപ്പോഴും തർക്കത്തിൽ തുടരുകയാണ്. ഈ സാഹചര്യത്തിലാണ് സേവ് കേരള ബ്രിഗേഡിയർ പ്രസിഡന്റ് അഡ്വക്കേറ്റ് റസൽ ജോയ് മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്തുകൊണ്ട് തമിഴ്നാട് ജനതയ്ക്ക് ജലവും ലഭ്യമാക്കി പുതിയ ഡാം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുന്നത്. അഡ്വക്കേറ്റ് റസൽ ജോയിയുടെ ഈ പെറ്റീഷനിലേക്ക് 20 ലക്ഷം പേരുടെ ഒപ്പുശേഖരണം ലക്ഷ്യമിട്ടുകൊണ്ടാണ് 2 യുവാക്കൾ മുല്ലപ്പെരിയാർ മുതൽ കാശ്മീർ വരെ ഒപ്പുശേഖരണ ബൈക്ക് യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച ബൈക്ക് യാത്ര വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അശോക് കുമാർ ഫ്ലാഗ് ഓഫ് ചെയ്തു. തമിഴ്നാട് കേരള അന്തർ സംസ്ഥാന സാഹോദര്യം നിലനിർത്തിക്കൊണ്ടുതന്നെ മുല്ലപ്പെരിയാർ വിഷയത്തിൽ പരിഹാരം കാണണമെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അശോക് കുമാർ ബൈക്ക് യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തുകൊണ്ട് അറിയിച്ചു. വലിയൊരു ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി കാശ്മീർ വരെ യാത്ര ചെയ്യുകയാണ്. ഡീകമ്മീഷൻ മുല്ലപ്പെരിയാർ സേവ് കേരള എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് 12,890 കിലോമീറ്റർ യാത്ര ചെയ്ത് 1.5 മാസം കൊണ്ട് കാശ്മീരിൽ എത്തിച്ചേരുക. അവരുടെ സന്ദേശം ഇന്ത്യയിലെ ജനങ്ങളെ അറിയിക്കുക എന്നുള്ള വലിയ ലക്ഷ്യമാണുള്ളത്. അതിന് വണ്ടിപ്പെരിയാർ സ്വദേശികളായവർ തയ്യാറായി എന്നുള്ളത് വലിയ സന്തോഷവും അഭിമാനകരവുമാണ്. അവർക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ഏതൊരു വ്യക്തികളുടെയും ജീവിത അഭിലാഷമാണ് ഹിമാലയ സന്ദർശനമെന്നും ഇതിനായി നമ്മൾ ജീവനോടെയിരുന്നാൽ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂവെന്നും കേരളത്തിലെ 6 ജില്ലകളിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ടുള്ള നടപടികൾ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് തങ്ങൾ ഈ ബൈക്ക് യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നതെന്നും ഒപ്പുശേഖരണത്തിനായി എല്ലാവരുടെയും സഹകരണം ആവശ്യമാണെന്നും ബൈക്ക് യാത്രികരായ യുവാക്കൾ പറയുന്നു. മഴക്കാലം വന്നാൽ ഈ വണ്ടിപ്പെരിയാർ അറിയാലോ, ഈ നാട്ടിലുള്ള എല്ലാവർക്കും ഏറ്റവും മുകളിൽ നിൽക്കുന്നൊരു ബോംബ് 60 വർഷം മാത്രം ആയുസ് നൽകിയ പെന്നിക്വിക്ക് നിർമ്മിച്ച ആ ഡാം അതൊരു വാട്ടർ ബോംബാണ്. അതിൻ്റെ ആയുസ് കഴിഞ്ഞിപ്പോൾ 60 വർഷം കഴിഞ്ഞ് 70ആയി 80ആയി. ഇന്ന് 127 വയസ്സ് വരെ അത് നമ്മളെ ഇത്രയും വർഷം ആ ഡാം നിൽക്കുകയാണ്. ഇതെപ്പോൾ വേണമെങ്കിലും തകരാം. കുറേ വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഇന്ത്യ മൊത്തം യാത്ര ചെയ്യാമെന്ന്. അപ്പോൾ ആ യാത്രയിൽ തന്നെ ഞാൻ പോകുമ്പോൾ എൻ്റെ നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്നൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യമേ തന്നെ മനസ്സിൽ വന്നൊരു ലക്ഷ്യം ഡീകമ്മീഷൻ മുല്ലപ്പെരിയാർ സേവ് കേരള എന്നൊരു ബാനറാണ്. അഡ്വക്കേറ്റ് റസൽ ജോയ് ഒരു പെറ്റീഷൻ പ്രൈം മിനിസ്റ്ററിന് സമർപ്പിക്കാൻ വേണ്ടി ഒരു പെറ്റീഷൻ സമർപ്പിച്ചായിരുന്നു. അപ്പോൾ അതിൽ 20 ലക്ഷം പേരുടെ ഒപ്പ് നമ്മൾ ശേഖരിക്കുന്നുണ്ട്. 20 ലക്ഷം പേരുടെ ഒപ്പ് വേണം. അതിനുവേണ്ടി നമ്മൾ ഈ സ്കാനർ വഴി സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഡിജിയായിട്ട് നമുക്ക് സൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ 129 വർഷം പഴക്കമുള്ള ഒരു ബോംബ് നമ്മുടെ മണ്ടയിൽ നിൽക്കുമ്പോൾ നമുക്കത് കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഡിജിറ്റലായിട്ട് എന്തായാലും എല്ലാവരും ആൻഡ്രോയിഡ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഉറപ്പായിട്ട് ഒരു ഡിജി സൈൻ ഉറപ്പാണ് ഇതിന് രേഖപ്പെടുത്താം. ആ ഒരു ലക്ഷ്യത്തോടുകൂടെ യാത്രയാണ് ഈ യാത്ര ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും സഹായിക്കണം, സപ്പോർട്ട് ചെയ്യണം എന്ന് അപേക്ഷിക്കുന്നു. ഡീകമ്മീഷൻ മുല്ലപ്പെരിയാർ സേവ് കേരള എന്ന മുദ്രാവാക്യമുയർത്തി മുല്ലപ്പെരിയാർ ടു കാശ്മീർ യാത്ര 12,890 കിലോമീറ്റർ ബൈക്ക് യാത്ര നടത്തുന്ന യുവാക്കൾക്ക് ആശംസകൾ അറിയിച്ച് മൊബൈൽ QR കോഡ് വഴി ആദ്യ ഒപ്പുകൾ നൽകിയാണ് യുവാക്കളെ യാത്രയച്ചത്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.